പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ തനിക്ക് നേരിടാനിരിക്കുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുമ്പോൾ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുന്ന പത്രോസിനെ നമ്മൾ കാണുന്നു. മാറി നിന്ന് ഇരുവരും പറയുന്നത് എന്താണെന്ന് മറ്റ് ശിഷ്യന്മാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈശോ തുടർന്ന് പറഞ്ഞത് എല്ലാവരും കേട്ട് കാണണം. സുവിശേഷകൻ അറിയിക്കുന്നത് ഇപ്രകാരമാണ്: ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഒരുപക്ഷെ പത്രോസ് ഈശോയെ തടഞ്ഞത് അവനോടുള്ള സ്നേഹം കൊണ്ടോ കരുതൽ കൊണ്ടോ ഒക്കെയാകാം. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് പത്രോസ് ഈശോയെ ക്രിസ്തു അഥവാ അഭിഷിക്തനായി ഏറ്റുപറഞ്ഞ സംഭവം സുവിശേഷകൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. നൈമിഷികമായ വികാരങ്ങളുടെ പുറത്ത് പെട്ടെന്ന് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് പത്രോസിനെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത്. പക്ഷേ ഇതേ പത്രോസ് തന്നെയാണ് തൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് ഇപ്രകാരം സംസാരിക്കുന്നത്: പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരുവൻ പീഡ സഹിക്കാനിടയാകുന്നെങ്കിൽ അവൻ അതിൽ ലജ്ജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഒരുപക്ഷെ ഉദ്ധിതനെ അനുഭവിച്ച ശേഷം പത്രോസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസപരമായ വളർച്ചയായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തായാലും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് പത്രോസ് എന്ന ശിഷ്യൻ മാനുഷികമായ ചിന്തകളിൽ നിന്നും ദൈവികമായ ചിന്തകളിലേക്ക് ഒരുപാട് വളർന്നു എന്നതിന് ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. മാർപ്പാപ്പയുടെ പള്ളി, ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാന ദേവാലയം എന്നതിനൊക്കെ ഉപരി ഈ മനോഹരമായ ദേവാലയം പത്രോസ് ലീഹായുടെ കബറിടം ഉൾക്കൊള്ളുന്നു എന്ന കാര്യം ഈ വചനധ്യാനത്തിൽ തികച്ചും പ്രസ്താവ്യമാണ്. ഗുരുവിൻ്റെ വേദനകളെ തടയാൻ ശ്രമിച്ചവനെ തേടി ഗുരുവിൻ്റേതുപോലുള്ള മരണമെത്തിയത് യാദൃച്ഛികമാകാൻ വഴിയില്ല. AD 54 മുതൽ 68 വരെ റോമിൻ്റെ ഭരണാധികാരിയായിരുന്ന നീറോയുടെ കാലത്താണ് റോമിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായത്. അതിന് കാരണം ക്രിസ്ത്യാനികളാണെന്ന് വരുത്തി തീർത്താണ് ചക്രവർത്തി ക്രിസ്ത്യൻ മതപീഡനം ആരംഭിച്ചത്. അന്ന് റോമിൻ്റെ മെത്രാനായിരുന്ന പത്രോസും ക്രൂരമായ പീഡനങ്ങൾക്കിരയാവുകയും കുരിശുമരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു. ഗുരുവിൻ്റെ പീഡകളെ തടയാൻ ശ്രമിച്ചവൻ ഗുരുവിനെ പോലെ മരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് തല കീഴായുള്ള കുരിശുമരണം ഏറ്റെടുത്തുവെന്ന് പത്രോസിൻ്റെ നടപടികൾ എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിജാതീയരായവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യപ്പെട്ടിരുന്ന റോമാ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ വത്തിക്കാൻ കുന്നിൻ ചെരുവിലാണ് പത്രോസിൻ്റെ മൃതദേഹവും റോമൻ പടയാളികൾ മറവ് ചെയ്തത്. ഏകദേശം AD 96 വരെ പഴക്കം പറയുന്ന റോമിലെ ക്ലെമന്റ് എന്ന അപ്പസ്തോലിക സഭാപിതാവിൻ്റെ കത്തിലാണ് ഇതേക്കുറിച്ചുള്ള ആദ്യ പരാമർശം നമ്മൾ കാണുന്നത്. AD 2-3 നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരായ ഇരണേവൂസ്, തെർത്തുല്യൻ എന്നിവരുടെയും ചരിത്രകാരനായ എൗസേബിയസ് എന്നിവരുടെയും ചില രചനകളിലും പത്രോസിൻ്റെ കല്ലറയെക്കുറിച്ച് നമുക്ക് വായിക്കാനാവും. എന്തായാലും പത്രോസിൻ്റെ കല്ലറ വളരെ രഹസ്യമായി ആദിമ ക്രിസ്ത്യാനികൾ AD 150 വരെ വണങ്ങുകയും അവിടെ ഒരു ചെറിയ കൂടാരം നിർമ്മിച്ച് സാഹസികമായി സംരക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സഭ റോമിൽ സ്വതന്ത്രയായതിനു ശേഷം 4-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇവിടെ ആദ്യത്തെ ബസിലിക്ക നിർമ്മിക്കുന്നത്. AD 14-ാം നൂറ്റാണ്ടിൽ മാർപ്പാപ്പമാർ തങ്ങളുടെ താമസം വത്തിക്കാനിലേക്ക് മാറ്റുകയും അന്നു മുതൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ആഗോള സഭയുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു. ഒന്നോർത്തു നോക്കുക, ഗുരുവിൻ്റെ വേദനകളെ തടയാൻ ശ്രമിച്ചവൻ ഗുരുവിനു വേണ്ടി പീഡ ഏറ്റുവാങ്ങിയ ചരിത്രമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നമ്മോട് പറയുന്നത്. നൈമിഷികമായ വികാരങ്ങൾ കടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തവൻ മരണത്തിൻ്റെ മുന്നിൽ തീരുമാനമെടുക്കുന്നത് ഈശോയെ തള്ളിപ്പറഞ്ഞിട്ട് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് ലോകത്തിന് സാക്ഷ്യം നൽകാനാണ്. മക്കബായക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എലയാസറും ചെയ്തത് അതുതന്നെയാണ്. സഹനങ്ങളില്ലാത്തൊരു ജീവിതം നേടിയെടുക്കുന്നതിനേക്കാൾ ദൈവസ്നേഹത്തെ പ്രതിയുള്ള സഹനത്തിൻ്റെ പാഠപുസ്തകങ്ങളായി അവർ തീരുകയാണ്. ഈ ധ്യാനങ്ങൾ നമുക്ക് നൽകുന്ന കുറേയേറെ നല്ല ചിന്തകളുണ്ട്. മാനുഷികമായി നോക്കിയാൽ പരാജയപ്പെട്ട മനുഷ്യരാണ് ഗുരുവിൻ്റെ ശകാരം ഏറ്റുവാങ്ങിയ പത്രോസും വാർദ്ധക്യത്തിൽ ജീവിതം നഷ്ടപ്പെടുത്തിയ എലയാസറുമൊക്കെ. ഈശോ നേരിട്ട് സാത്താനെ എന്ന് വിളിക്കുന്നത് സ്വന്തം ശിഷ്യനെ തന്നെയാണ്. ആ സമൂഹത്തിന് മുന്നിൽ പത്രോസിൻ്റെ തല കുനിയുന്ന സംഭവം പിന്നീട് തള്ളിപ്പറയുമ്പോഴും ഇതേ മനോവേദന അയാൾ അനുഭവിച്ചിട്ടുണ്ടാവണം. പക്ഷേ തോറ്റുപോയി എന്നിടത്തു നിന്നും അയാൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമുക്കും ജീവിതത്തിൽ നിരാശ തോന്നിയിട്ടില്ലേ പലപ്പോഴും?
പ്രത്യേകിച്ച് ഏറെ സ്നേഹിക്കുന്നവർ പരസ്യമായി തള്ളിപ്പറയുമ്പോൾ, അവർക്ക് നന്മ വരണമെന്ന് കരുതി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അവർ സ്വീകരിക്കാതെ വരുമ്പോൾ ഇളിഭ്യരായിട്ടില്ലേ? മറ്റുള്ളവർ പരാജയപ്പെടുമ്പോൾ മാത്രമല്ല, സ്വയം പരാജയപ്പെടുന്ന നിമിഷങ്ങളിലും കരുത്താണ് പത്രോസ് എന്ന ആദ്യ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ചിന്തകൾ. ഏറെ സ്നേഹിച്ചവനെ തള്ളിപ്പറഞ്ഞ മനോദുഃഖത്തിൽ പുറത്തിറങ്ങി ആരും കാണാതെ കരയുന്ന പത്രോസ് സ്വയം പരാജയത്തിനായ വ്യക്തിയുടെ പ്രതിരൂപമാണ്. ആരും അറിയുന്നില്ലെങ്കിലും ഞാൻ തോറ്റുപോയി എന്ന ചിന്ത അയാളെ മതിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് ഏറ്റുപറഞ്ഞാൽ പൊറുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് എന്നുള്ള പാഠവും പത്രോസ്ലീഹ നൽകുന്നുണ്ട്. ഒന്ന് നന്നായി കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒരു ക്രിസ്തു ശിഷ്യനുള്ളൂ എന്നും അയാൾ പഠിപ്പിക്കുകയാണ്. പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് പോലും ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണമായി മാറിയ ശിഷ്യപ്രമുഖൻ്റെ ഉപമ ലോകത്തിന് നൽകിക്കൊണ്ട് ഈ ബസലിക്ക നമ്മുടെ മുന്നിൽ അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.